കായംകുളം താലൂക്ക് ആശുപത്രിയിലെ സാമ്പത്തിക ഇടപാടുകളിൽ അഴിമതി എന്ന ആരോപണം. എസ്റ്റിമേറ്റ് കൊട്ടേഷൻ, ടെൻഡർ എന്നിവയില്ലാതെ നടക്കുന്നത് ലക്ഷങ്ങളുടെ മരാമത്ത് പണികളാണ്. ആശുപത്രിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിലും ക്രമക്കേടുള്ളതായി വിവരാവകാശ രേഖ പറയുന്നു. താലൂക്ക് ആശുപത്രിയിലെ HMC ഫണ്ടിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ നീക്കിയിരിപ്പിലുമാണ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിവിധ പദ്ധതികൾക്കായി ചെലവാക്കിയ 1,30,00,000 രൂപയിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. സർക്കാർ ഉത്തരവുകളും നടപടിക്രമങ്ങളും ഒന്നും പാലിക്കാതെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മരാമത്ത് പണികൾ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയിട്ടുള്ളത്. ആശുപത്രിയിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ലാബിലെ ഉപകരണങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ മെഡിക്കൽ സാധന സാമഗ്രികൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും വ്യക്തമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ മരാമത്ത് പണികൾ നടത്തണമെങ്കിൽ മുനിസിപ്പൽ എഞ്ചിനീയറുടെ അനുമതി വേണമെന്നാണ് നിയമം. ആശുപത്രിയിലെത്തുന്ന രോഗികൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് വാങ്ങുന്ന HMC ഫണ്ടിന്റെയും ഇൻഷുറൻസ് പണത്തിന്റെ നീക്കിയിരിപ്പിലുമാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. നഗരസഭാ നേതൃത്വവും രാഷ്ട്രീയ പ്രതിനിധികളും അംഗങ്ങളായ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ഇക്കാര്യങ്ങളിൽ മറുപടി പറയണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, ആലപ്പുഴ.